ആ വരണം വരണം. ഞാനൊന്ന് മേലെ കഴുകായിരുന്നു, അതാ ഇറങ്ങാതിരുന്നാ. അങ്ങോട്ട് ഇരിക്കാം. എഴുന്നേറ്റെ എഴുന്നേറ്റെ. ആ ഉം. ഇവിടെ ഞാനും എന്റെ മോനും ഒരു ഹോം നേഴ്സും മാത്രവും. ഹോം നേഴ്സ് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിരിക്കുക. താഴെ കുറെ പേരുണ്ടല്ലോ. അത് ജയന്റെ ഭാര്യയും 2 സഹോദരന്മാരും. പിന്നെ ഒരുത്തനെ അവരുടെ കൂട്ടുകാരനാ. അവിടെ നല്ല കല്ലുടിയൊക്കെ നടക്കണ്ടല്ലോ. അവിടെ എന്ത് നടന്നാലും ഞാൻ നോക്കാറുണ്ട്. ഈ വീട് ജയന്റെ അവിടെയും കൂടെ പേരില്ല. അവര് മുകളിലോട്ടൊന്നും കയറി വരാറേ ഇല്ല. ഈ ജയൻ എന്ന് പറയുന്നത് എന്റെ മകൻ ജയപ്രസാദ്. ഇവിടെ വെക്കാനും വിളമ്പാനൊന്നും ആരുമില്ലേ? ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും കൊണ്ട് തരുമല്ലോ. പിന്നെ കാപ്പിയും ചായയും പിന്നെ കുറച്ച് കഞ്ഞിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. മോളെ, നീ പോയി കാറിന്നേ ഫ്രൂട്ട്സ് വാങ്ങിച്ച് പാക്കറ്റ് എടുത്തോണ്ട്. അങ്കിളെ കാറിന്റെ കീ. അതെ, ഞങ്ങൾ അവളോടൊന്നും പറഞ്ഞു. നീ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. രേവതിക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൂട്ടിക്കൊണ്ട് വന്നാ. കൊണ്ടുവന്ന് കാണിച്ചത് പോലും നിങ്ങളുടെ വലിയ മനസ്സാ. സത്യം പറഞ്ഞ കാണണമെന്ന് വാശി പിടിക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടതാ. മകന്റെ ആദ്യത്തെ പെണ്ണ് മരിച്ചുപോയല്ലേ? ജയൻ ഉപേക്ഷിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്തു. അവന് മനസ്സുണ്ടായിട്ട് ഉപേക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും കൂടി അവനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നു. അവനെ വേറെ കല്യാണം കഴിപ്പിച്ചപ്പം അവക്ക് സഹിച്ചില്ല. അതാ കഷ്ടായിപ്പോയി. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്ക് പറയാതെ പറ്റത്തില്ലല്ലോ. ബൈബിളിൽ ഒരു വചനമുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. ഞാനേ ജയനോടൊന്ന് പറയട്ടെ, ഇപ്പൊ വരാം. എടി വെച്ചേ എന്നാ അത്? ഫ്രൂട്ട്സാ. നിന്റെ പേരെന്താ? രേവതിക്കുട്ടി. ഓ, നിനക്ക് രമേശൻ നായരുമായും ജയപ്രസാദുമായി എന്താ ബന്ധം? എനിക്കറിയില്ല. എടി നിന്റെ അച്ഛനും ജയപ്രസാദിന്റെ അച്ഛനും തമ്മിൽ എന്താ ബന്ധമെന്ന്? ഫ്രണ്ട്ഷിപ്പ്. ആ പാക്കറ്റ് കാണിച്ചേ. എന്നാത്തിന്? ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാന്ന് ഞങ്ങൾ നോക്കട്ടെ. അതൊന്നും പറ്റത്തില്ല. അതെന്നെ മര്യാദയാ. കൊള്ളാലോ. താഴെ ആ ആന്റി എന്നോട് വർത്താനം പറയാൻ വന്നു. എന്നോട് ചോദിക്കോ ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? എനിക്കറിയാൻ മേല. അങ്കിളുടെ ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി. ആ രമേശൻ നായർ എന്തേ? എവിടെ പോയി? അയാളെ പോരും. അല്ല, ഇതെന്റെ റിലേറ്റീവ് ആണെന്നും പറഞ്ഞ് പാലാരിവട്ടത്ത് നമ്മുടെ വീട്ടിൽ വന്ന. അത് തന്നെ. എന്നിട്ട് എന്നോട് എന്താ പറയാതിരുന്നെ? അതുകൊണ്ട് ഇപ്പൊ എന്നാ പറ്റി? എന്നെ പറ്റിക്കുവായിരുന്നല്ലേ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ? ഇവിടെ സർപ്രൈസ്. അയ്യോ, രമേശനാര്. അതെ, ആ ഫ്രൂട്ട്സ് കൊടുത്തേക്കണേ. ഇതെന്താ സംഗതി? ഫ്രൂട്ട്സ്. മോള് ആദ്യമായിട്ട് തന്നതല്ലേ? വളരെ സന്തോഷം. വാ, റൂമിലേക്ക് ആ. കയറി വന്നോളൂ, അടുത്തോട്ട് വന്നോളൂ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം കാണുക അല്ലേ? അതെ, ഇതൊരു വിധിയായിരിക്കും. അച്ഛനെല്ലാം പറഞ്ഞു. രേവതിക്കുട്ടിയെ ഞങ്ങളൊരു ഓർഫനേജിൽ നിന്ന് ഏറ്റെടുത്താ. ഇപ്പൊ ഞങ്ങളുടെ മോളെ അവള്. അച്ഛൻ അതും പറഞ്ഞു. ഒന്നും അടുത്തേക്ക് വരും. ഇങ്ങോട്ടേക്ക് നീങ്ങിക്കാനാ പറയും. രേവതിക്കുട്ടി അല്ലേ? പൊറുക്കണം. തെറ്റുപറ്റിപ്പോയി. തിരുത്താൻ പറ്റിയില്ല. സമയം കടന്നുപോയി. സാരമില്ല, സങ്കടം കൊണ്ട. ഇനി ഞങ്ങൾ നിക്കണോ? പോരെ. കണ്ടു നിറയെ കണ്ടു. വിഷമം വിചാരിക്കണ്ട. ഇതൊരു ഭാഗ്യമാ, ഒരിക്കലും വിചാരിക്കാത്ത ഭാഗ്യം. എന്നാ ഇറങ്ങാം. അവര് പൊയ്ക്കോട്ടെ. ഞാൻ അവരെ യാത്രയാക്കിയിട്ട് വരാം. പോകാം എന്ന് പോയി പറയും. അതെ, ഞങ്ങൾ ഇറങ്ങുക. ആ ഹോം നേഴ്സ് ഇപ്പൊ വരും. അവള് വന്ന കാപ്പിയോ ചായയോ നാരങ്ങ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. പൊക്കോട്ടെ. ഇനിയും വരണം. വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണാമല്ലോ. എറണാകുളത്ത് ഇവിടം വരെയുള്ള യാത്ര അത്ര എളുപ്പമല്ല. എനിക്കും അവനും വേറെ ആരും ഇല്ല. താഴെ 4-5 പേരെ കണ്ടല്ലോ. അവരാരും മുകളിലോട്ട് കയറി വരില്ല. താഴെ നിങ്ങൾ കണ്ടു കാണും. ഒരു സ്ത്രീ, അതെന്റെ മകന്റെ ഭാര്യ. അവിടെ ഈ കോണിപ്പടി കയറിയിട്ട് മാസങ്ങളായി. അവൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അവൾക്ക് ഈ വീട് കൈഷ്ടപ്പെടുത്താൻ എന്റെ മകന്റെയും അവിടെ കൂടെ പേരില്ല ഈ വീട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും ചേട്ടൻ. എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. കടമുറിയുടെ വാടക മാത്രം മതി സുഖമായിട്ട് ജീവിക്കാൻ. നമുക്ക് ഇറങ്ങാം. എന്നാ ഞങ്ങളങ്ങോട്ട്. ആയിക്കോട്ടെ. വന്നതില് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോന്റെ സന്തോഷം കണ്ടായിരുന്നോ? ഒന്നുകൂടി വരണം കേട്ടോ മോളെ, വരണം കേട്ടോ. പോയിട്ട് വരാം. അപ്പൊ ഓക്കെ. ഇവളെന്തിനാ ഗ്രേ സമയം മുഖം വിരിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഒരക്ഷരം വേണ്ടിയിട്ടില്ലേ? അതും അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം. അവക്കുച്ചയ്ക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് നീ പറഞ്ഞായിരുന്നോ? ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും. അങ്ങനെ ഇവള് പറഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ചീത്ത ശീലങ്ങളല്ലേ. ഞാൻ ചോദിച്ചില്ലല്ലോ ബിരിയാണി. പിന്നെന്തിനാ വേണ്ടത് പറയുന്നത്? നാക്ക് ഇറങ്ങി പോയിട്ടില്ലട്ടോ. വായി തന്നെ കിടപ്പുണ്ട്. സമാധാനമായി. അങ്ങനെ ഇപ്പൊ സമാധാനിക്കണ്ട. എന്നാ പറ, എന്നാ പറ്റി നിനക്ക്? എന്നെ പറ്റിച്ചിട്ട് എന്നാ പറ്റിയെന്നോ? നിന്നെ ആര് പറ്റിച്ചടി? ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് രോഗിയെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് അത് സത്യമല്ല. എന്നെ തിരക്കി നമ്മുടെ വീട്ടിൽ വന്ന ആ കിളവനാണോ ഉങ്ങളുടെ ഫ്രണ്ട്? അതെന്തോ മുതല? രേവതിക്കുട്ടി, എന്തു വഴി പറയുന്നത്? കിളവനോ? കുറച്ച് റെസ്പെക്ട് ഒക്കെ വേണം സംസാരത്തിൽ കേട്ടോ. എന്നോട് നേരത്തെ പറയായിരുന്നില്ല എവിടെയാ പോകുന്നു? നീ അങ്ങനെ എല്ലാം മുൻകൂട്ടി അറിയണ്ട കേട്ടോ. ഞങ്ങള് പറയുമ്പോ അറിഞ്ഞാ മതി. എന്നെ വഴക്കു പറയാണോ? അതെ. പറഞ്ഞു, ഇഷ്ടം പോലെ പറഞ്ഞു. എടി, നിന്നോട് മുൻകൂട്ടി പറയാതിരുന്നതിന്റെ കാരണം എന്താന്ന്? എടി, ഇവിടെ ആ ബെഡിൽ കിടന്ന് നിന്നെ നോക്കി സങ്കടപ്പെട്ട ആ മനുഷ്യൻ ആരാണ്? നിനക്ക് നിന്റെ അച്ഛനാ. നിനക്ക് വിശ്വാസം വരും. അതെങ്ങനെ? ആ രമേശൻ നായരുണ്ടല്ലോ, നിന്റെ അപ്പൂപ്പനാ, ഗ്രാൻഡ് ഫാദർ. ഇപ്പൊ മനസ്സിലായോ? ഗ്രേസമ്മേ, നീ ആ കഥയങ്ങ് പറഞ്ഞു കൊടുത്തേ. അവക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. എടിമോ, ഞാൻ പണ്ട്, അതായത് ഒരു 10-20 വർഷം മുമ്പാ നിന്റെ അച്ഛൻ, അതായത് നമ്മൾ ആ വീട്ടിൽ കണ്ട ജയപ്രസാദ്, ആ മനുഷ്യൻ ഒരു സുന്ദരി പെണ്ണുമായിട്ട് സ്നേഹം. ആ സ്നേഹം മൂത്ത് 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 പക്ഷേ നീ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് നിന്നെ ഉപേക്ഷിച്ച് അയാള് വേറെ കല്യാണം കഴിച്ചു. അവിടെ ഇരിക്കടി. നിനക്ക് എന്നെ ഒരു വിഷമം പോലെ. ഒന്നുമില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിന്റെ ആയിരിക്കും. അതൊന്നും നീ ഇങ്ങോട്ട് ഇരിക്കുന്നേ. എന്നതാ നിന്റെ പ്രശ്നം? നിന്റെ അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നോണ്ടാണോ? ആ വീടും അവിടുത്തെ ആൾക്കാരും
ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും അല്ല. ഞങ്ങളെ വിട്ടിട്ട് ആ വീട്ടിലേക്ക് പോണം തോന്നുന്നുണ്ടോ? പോണെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോ. ഞങ്ങളായിട്ട് തടയുന്നില്ല. എന്താ പാടി നീ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്ന? എന്നെ എന്നാത്തിന് അങ്ങോട്ട് കൊണ്ടുപോയത്? അത് പിന്നെ ആ രമേശൻ നായര് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നോ എനിക്ക് റിലേറ്റീവ്സിനെ കാണണമെന്ന്? ഇല്ല. എനിക്ക് കാണണ്ടായിരുന്നു. എനിക്ക് ആരെയും കാണണ്ടായിരുന്നു. എന്താ പാടി നീ പറയും? നീ ഒരു അനാഥക്കുട്ടിയെ പോലെയല്ലായിരുന്നോ ഇത്രയും കാലം? നിനക്കൊരച്ഛനും വീട്ടുകാരും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്ക് ഒരു സന്തോഷവും ഇല്ല. എനിക്ക് അവിടെ പോണ്ടായിരുന്നു. അതെന്നാടി അങ്ങനെ? എന്റെ കമലെടുത്ത് ഞങ്ങളിപ്പോ ഈ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ബാലേന്ദ്രനും വൈദ്യം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുപോകണമെന്ന് നിർബന്ധിക്കാൻ വേണ്ടിയാ. ഇവിടുന്ന് പോയാ രക്ഷപ്പെട്ടെന്നാണോടി നിന്റെ വിചാരം? നീ രക്ഷപ്പെടത്തില്ലടി. നീ എവിടെ പോയാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ട് എന്റെ അമ്മ മരിക്കാൻ തീരുമാനിച്ച് ഒരിക്കലെങ്കിലും എന്റെ അമ്മയെ കാണാൻ പറ്റത്തില്ലല്ലോ.